നമസ്കാരം. BCCIക്ക് ഗംഭീർ ഒരു ബാധ്യതയാകുമോ? പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഗംഭീറിൻ്റെ ആവശ്യങ്ങളെല്ലാം BCCI തള്ളിക്കൊണ്ടിരിക്കുകയാണ്. സപ്പോർട്ടിംഗ് സ്റ്റാഫിലേക്ക് ഗംഭീർ നിർദ്ദേശിച്ചവരെ എടുക്കേണ്ട എന്ന തീരുമാനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ച് എന്ന നിലയിൽ തുടക്കത്തിൽ തന്നെ കല്ലുകടികളാണ് മുൻ ഓപ്പണർ കൂടിയായ ഗംഭീർ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരാവശ്യം കൂടി BCCI തള്ളിയിരിക്കുകയാണ്. ഇത് 5ാം തവണയാണ് ഗംഭീറിനോട് BCCI നോ പറഞ്ഞിരിക്കുന്നത്. കോച്ചിങ് സ്റ്റാഫുമാരുടെ ലിസ്റ്റിലേക്ക് ഗംഭീർ ആവശ്യപ്പെട്ടയാളെയാണ് BCCI ഇപ്പോൾ തള്ളിയത്. സൗത്ത് ആഫ്രിക്കയുടെ മുൻ ഫാസ്റ്റ് ബൗളർ മോർനെ മോർക്കലിനെ ബൗളിംഗ് കോച്ചായി വേണമെന്നാണ് BCCIയോട് ഗംഭീർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തെ BCCI അറിയിച്ചതായി ദ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാൻ്റെ ബൗളിംഗ് കോച്ചായിരുന്നു മോർക്കൽ. കൂടാതെ IPLൽ നേരത്തെ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കോച്ചിങ് സംഘത്തിലും അദ്ദേഹമുണ്ടായിരുന്നു. 2022-23 കാലഘട്ടത്തിൽ LSG ടീമിൻ്റെ മുഖ്യ ഉപദേശകനായി പ്രവർത്തിച്ചിരുന്നതിനാൽ തന്നെ ഗംഭീറിന് സുപരിചിതനും കൂടിയാണ് മോർക്കൽ. ഇതുതന്നെയാണ് തൻ്റെ കോച്ചിങ് സംഘത്തിലേക്ക് മുൻ പേസറുടെ പേര് നിർദ്ദേശിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും. ബൗളിംഗ് കോച്ചിൻ്റെ റോളിലേക്ക് ഗംഭീർ നിർദ്ദേശിച്ച 3 പേരെ BCCI ഇതിനോടകം തന്നെ തള്ളിക്കഴിഞ്ഞിരുന്നു. ഇന്ത്യയുടെ മുൻ ഫാസ്റ്റ് ബൗളറായ വിനയ് കുമാറിനെയാണ് അദ്ദേഹം ഈ പോസ്റ്റിലേക്ക് ആദ്യം ആവശ്യപ്പെട്ടത്. അതിനുശേഷം ഇന്ത്യയുടെ മറ്റൊരു ഫാസ്റ്റ് ബൗളറായ ലക്ഷ്മിപതി ബാലാജിയുടെ പേരും ഗംഭീർ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ BCCIയും ഗംഭീറും തമ്മിൽ നടത്തിയ ആദ്യ റൗണ്ട് ചർച്ചകൾക്ക് ശേഷം ഇവ തള്ളപ്പെടുകയായിരുന്നു. ബൗളിംഗ് കോച്ചിൻ്റെ റോളിലേക്ക് മാത്രമല്ല ഗംഭീറിൻ്റെ ആവശ്യം BCCI തള്ളിയത്. ഫീൽഡിംഗ് കോച്ചിൻ്റെ സ്ഥാനത്തേക്ക് അദ്ദേഹം തിരഞ്ഞെടുത്ത 2 പേരെയും BCCI നേരത്തെ തന്നെ നിരസിച്ചിരുന്നു. സൗത്ത് ആഫ്രിക്കയുടെ മുൻ മധ്യനിര ബാറ്ററും ഫീൽഡിങ്ങിലെ ഇതിഹാസവുമായ ജോണ്ടി റോഡ്സ്, നെതർലാൻഡ്സിൻ്റെ മുൻ താരം റയാൻ ടെൻ ദുഷാറ്റ എന്നിവരുടെ പേരുകളാണ് ഗംഭീർ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു BCCIയുടെ നിലപാട്. ഗംഭീർ തിരഞ്ഞെടുത്തവരിൽ ബാറ്റിംഗ് കോച്ചിൻ്റെ സ്ഥാനത്തേക്ക് മുൻ ഇന്ത്യൻ താരം അഭിഷേക് നായരുടെ കാര്യത്തിൽ മാത്രമാണ് BCCIക്ക് എതിർപ്പില്ലാതെ ആയത്. അസിസ്റ്റന്റ് കോച്ചായോ ബാറ്റിംഗ് കോച്ചായോ അദ്ദേഹം എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇക്കാര്യത്തിൽ BCCI ഇനിയും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ റിങ്കു സിംഗിനെ പോലെ നിരവധി പേരെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള അഭിഷേക് തന്നെ ഈ റോളിൽ വരാനാണ് കൂടുതൽ സാധ്യതകൾ. ഇതിനകം ഗംഭീർ നൽകിയ ലിസ്റ്റിൽ തള്ളപ്പെട്ടവരിൽ റോഡ്സും മോർക്കലും ഒഴികെ മറ്റുള്ളവരെല്ലാം നേരത്തെ അദ്ദേഹത്തോടൊപ്പം KKRൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഡുഷാറ്റ ഗംഭീറിന് കീഴിൽ കളിക്കുക മാത്രമല്ല കോച്ചിങ് സ്റ്റാഫിലും ഒപ്പം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മോർക്കൽ, ബാലാജി, വിനയ് എന്നിവരെല്ലാം 3 സീസണുകൾ ഗംഭീറിന് കീഴിൽ KKRൽ കളിച്ചിട്ടുള്ളവരാണ്. അഭിഷേക് അദ്ദേഹത്തിന് കീഴിൽ കളിച്ചില്ല എങ്കിലും കഴിഞ്ഞ സീസണിൽ KKRലെ കോച്ചിങ് സംഘത്തിൽ ഉണ്ടായിരുന്നു. സാധാരണയായി മുഖ്യ കോച്ചായി വരുന്നയാൾക്ക് കോച്ചിങ് സംഘത്തിലെ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം BCCI നൽകാറുണ്ട്. വർഷങ്ങളായി ഇത് തുടർന്ന് പോരുകയും ചെയ്തിരുന്നു. ഗ്രെഗ് ചാപ്പൽ മുതൽ ഏറ്റവും അവസാനമായി ടീമിനെ പരിശീലിപ്പിച്ച രാഹുൽ ദ്രാവിഡിൻ്റെ കാര്യത്തിലും ഇത് തുടർന്നിട്ടുണ്ട്. പക്ഷേ ഗംഭീർ കോച്ചായി വന്നപ്പോൾ BCCI ഈ ഒരു നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയം.